ബ്യൂട്ടി പാർലറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പാലക്കാട് നടന്ന ജില്ലാ സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഏതാണ്ട് ഒരു കൂലി അടിമ വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കമ്പ്യൂട്ടർ യുഗമെല്ലാം കഴിഞ്ഞ് ഇപ്പൊ AI യുഗത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു. അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ ജോലി സമയം വർദ്ധിപ്പിക്കുന്നു, അവരുടെ വേതനം നഷ്ടപ്പെടുത്തുന്നു, അവരെ കൂലി അടിമകൾക്ക് തുല്യമായ വിഭാഗമായി മാറ്റാനുള്ള നടപടിയുമായി ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് കേരളത്തിലെ 26 തൊഴിൽ നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള അംഗീകൃത കോഴ്സുകളോ നിയമങ്ങളോ പാലിക്കാതെയാണ് മിക്ക ബ്യൂട്ടി പാർലറുകളും പ്രവർത്തിക്കുന്നതെന്നും ഇത് ഉപഭോക്താക്കൾക്ക് നിരവധി പരാതികൾക്ക് വഴിയൊരുക്കുന്നുണ്ടെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. KBA ജില്ലാ പ്രസിഡന്റ് രേഖ മോഹൻ അധ്യക്ഷയായി. വർക്കിംഗ് പ്രസിഡന്റ് ആര്യനാട് മോഹനൻ പതാക ഉയർത്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, KBA സെക്രട്ടറി ആയിരുന്ന രാധാനാരായണൻ എന്നിവരുടെ നിര്യാണത്തിൽ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി. അസോസിയേഷൻ സെക്രട്ടറി മഞ്ജു രാജ്കുമാർ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റായി രേഖ മോഹനൻ, സെക്രട്ടറി അജിത സന്തോഷ് തുടങ്ങിയവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ബ്യൂട്ടി പാർലറുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്നും ഉപഭോക്തൃ ഫോറങ്ങളിൽ എത്തുന്ന പരാതികൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. CCN മണ്ണാർക്കാട്.